മുഴുനീള വാർത്ത ആരംഭിക്കുകയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യുക. പ്രധാന വാർത്തകൾ. ലൈഫ് മിഷൻ കോഴക്കേസിലെ ശിവശങ്കർ 5 ദിവസത്തെ ഇഡി കസ്റ്റഡിയിൽ. 2 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം ഇടവേള അനുവദിക്കണമെന്ന് കോടതി. സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകുമെന്ന് സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പങ്ക് ആവർത്തിച്ച സ്വപ്ന സുരേഷ്. ശിവശങ്കറിന്റെ അറസ്റ്റ് സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന വി.ഡി. സതീശൻ. വിവാദം സർക്കാരിന് കരിനിഴലാവില്ലെന്ന് മന്ത്രി എം.പി. രാജേഷ്. അറസ്റ്റിനെ തള്ളിപ്പറയാതെ CPM. CPM-നെ വെട്ടിലാക്കി ആകാശ് തില്ലങ്കേരിയുടെ വെളിപ്പെടുത്തൽ. ഷുഹൈബിന്റെ കൊലപാതകം പാർട്ടിക്ക് വേണ്ടി ചെയ്യിച്ചത് എടയന്നൂരിലെ നേതാക്കളെന്നും തില്ലങ്കേരി. വെളിപ്പെടുത്തൽ DYFI ബ്ലോക്ക് സെക്രട്ടറിയുടെ FB പോസ്റ്റിന് കമന്റായി. ആകാശിന്റേത് ക്രിമിനൽ ഗൂഢാലോചനയെന്ന് MV ജയരാജൻ. ദക്ഷിണേന്ത്യയിലെ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപക NIA റെയ്ഡ്. കേരളത്തിൽ 5 പരിശോധന. ആലുവയിലെ റെയ്ഡിൽ ബാങ്ക് രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. 2 പേർ കസ്റ്റഡി. ആദിവാസി യുവാവ് വിശ്വനാഥന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് SC/ST കമ്മീഷൻ. കുടുംബം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടെന്ന് ചെയർമാൻ BS മാവോജി. കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരവും ജോലിയും ശുപാർശ ചെയ്യും. കമ്മീഷനുകൾ വിശ്വനാഥന്റെ വീട് സന്ദർശിച്ചു. നീതി ലഭിക്കാനുള്ള എല്ലാ ശ്രമവും കമ്മീഷന്റെ ഭാഗത്തുനിന്നും നടത്തും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും എത്തിക്കുക എന്നുള്ളത്, ജോലി ഉൾപ്പെടെ റെക്കമെൻഡ് ചെയ്യും. ത്രിപുര പോളിംഗ് ബൂത്തിലേക്ക് വോട്ടെടുപ്പ്. 60 നിയമസഭാ സീറ്റുകൾ. തെരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ ഇടപെടൽ ചൂണ്ടിക്കാട്ടി CPM-ന്റെ പരാതി.